നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. റവന്യൂ വകുപ്പ് പൊസഷൻ സർട്ടിഫിക്കറ്റ് നൽകാത്തതിനാൽ ലൈഫ് പദ്ധതിയിൽ പോലും വീടുകൾ നിർമ്മിക്കുവാൻ കഴിയാത്ത പ്രതിസന്ധിയിൽ ചിന്നക്കനാൽ സിംഗുകണ്ടം നിവാസികൾ. പൊസഷൻ സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്നത് കർഷകരുടെ പേര് ലാൻഡ് രജിസ്റ്ററിൽ ഇല്ലെന്ന കാരണം ഉന്നയിച്ച്. ഇക്കാരണത്താൽ കൊച്ചു വീട് പോലും നിർമ്മിക്കാനാവാതെ കഴിയുന്നത് നിരവധി നിർധന കുടുംബങ്ങൾ. വേനൽ വറുതി കാർഷിക മേഖലയ്ക്ക് പ്രതിസന്ധിയായ പശ്ചാത്തലത്തിൽ കർഷകർക്ക് കൈത്താങ്ങായി പ്രത്യേക പാക്കേജ് അനുവദിക്കാൻ നടപടി വേണമെന്ന ആവശ്യം. ഏലവും കുരുമുളകും ജാതിയും അടക്കമുള്ള കാർഷിക വിളകൾക്ക് വലിയ തോതിൽ നാശം സംഭവിച്ചു. നഷ്ടപരിഹാരവും പ്രത്യേക പാക്കേജുമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് കടക്കണിയിലേക്ക് കുപ്പുകുത്തുമെന്ന ആശങ്കയിൽ മുൻപോട്ടു പോകവേ 1000 തൊട്ട് ഹൈറേഞ്ചിൽ കൊക്കോ വില. ഉണങ്ങിയ കൊക്കോ പരിപ്പിന് 1010 വരെ വില ഉയർന്നു. അതേസമയം മികച്ച വില ലഭിക്കുമ്പോൾ കർഷകർക്ക് വിപണിയിലെത്തിക്കാൻ കൊക്കോ വേണ്ട വിധമില്ലാത്ത സ്ഥിതി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം റാണിക്കല്ലിന് സമീപവും കൂമ്പൻപാറയ്ക്ക് സമീപവും സ്ഥാപിച്ചിട്ടുള്ള ഹരിത ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യത്തിന് ഇനിയും നടപടിയില്ല. ഹരിത ചെക്ക് പോസ്റ്റുകൾക്കായി സൗകര്യം ക്രമീകരിച്ചത് ദേശീയപാതയിലൂടെ എത്തുന്ന വാഹനയാത്രികരിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടെ. വിശദമായ വാർത്തകൾ. റവന്യൂ വകുപ്പ് പൊസഷൻ സർട്ടിഫിക്കറ്റ് നൽകാത്തതിനാൽ ലൈഫ് പദ്ധതിയിൽ പോലും വീടുകൾ നിർമ്മിക്കുവാൻ കഴിയാത്ത പ്രതിസന്ധിയിലാണ് ചിന്നക്കനാൽ സിംഗുകണ്ടം നിവാസികൾ. കർഷകരുടെ പേര് ലാൻഡ് രജിസ്റ്ററിൽ ഇല്ലെന്ന കാരണം ഉന്നയിച്ചാണ് പൊസഷൻ സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്നത്. ഇക്കാരണത്താൽ നിരവധി നിർധന കുടുംബങ്ങളാണ് കൊച്ചു വീട് പോലും നിർമ്മിക്കാനാവാതെ കഴിയുന്നത്. സിംഗുകണ്ടത്തെ നിരവധി ഭൂവിഷയങ്ങളിൽ ഒന്ന് മാത്രമാണ് പൊസഷൻ സർട്ടിഫിക്കറ്റ്. 3-5 സെന്റ് ഭൂമി മാത്രമുള്ള തോട്ടം തൊഴിലാളികളടക്കമുള്ള സാധാരണക്കാരെയാണ് റവന്യൂ വകുപ്പിന്റെ നടപടി പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. പലർക്കും ലൈഫ് മിഷനിൽ വീട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും റവന്യൂ വകുപ്പിൽ നിന്ന് പൊസഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനാൽ നിർമ്മാണം ആരംഭിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ലൈഫ് മിഷൻ പദ്ധതിയിൽ പേര് വന്നതായിരുന്നു. എൻ്റെ 2020 വന്ന ലിസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ 2020 ലിസ്റ്റ് പേര് വന്നപ്പോൾ പൊസിഷൻ അപേക്ഷ വെച്ച് ഞങ്ങൾ, പക്ഷേ ഇതുവരെ നമുക്ക് പൊസിഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ അവർ പറയുന്നത് 74 ലാൻഡ് ലിസ്റ്റിൽ പേരില്ല, അതുകൊണ്ടാണ് പൊസിഷൻ തരാത്തെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറേ തവണ തഹസിൽദാരടുത്തും കളക്ടറടുത്തൊക്കെ ഞങ്ങൾ പരാതിയും കൊണ്ട് പോയി, പക്ഷെ ഇതൊന്നും ആയില്ല. ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭൂരിഭാഗം ആളുകൾക്കും പട്ടയഭൂമിയില്ല. കൈവശ ഭൂമിക്ക് പൊസിഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയെങ്കിൽ മാത്രമേ നിർമ്മാണം നടക്കൂ. ഇക്കാരണത്താൽ ഭവന നിർമ്മാണ പദ്ധതി അവതാളത്തിലാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. നല്ലൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ലൈഫ് മിഷനിൽ പേര് അനുവദിച്ച് വന്നിട്ടുണ്ട് ചിന്നക്കനാൽ പഞ്ചായത്തിലെ 13 വാർഡുകളിലായിട്ട്. പക്ഷേ ഇവർ റവന്യൂക്കാർ ഓരോ മുട്ടായനായും പറഞ്ഞാണ് ഇവർക്ക് വീട് കൊടുക്കാൻ പറ്റാതെ. ലാൻഡ് രജിസ്ട്രി പേരില്ല, 17 വർഷം പഴക്കമില്ല, അങ്ങനെ പലവിധ സർക്കാർ ഭൂമി എന്നൊക്കെയുള്ള കാരണം പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും ലിസ്റ്റ് നിരസിക്കുന്നൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് മാത്രമാണ് പാവപ്പെട്ടവർക്കൊരു വീട് മെയിൻ്റനൻസിന് പോലും പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും റവന്യൂവിൻ്റെ ഭാഗത്തുനിന്നും ഒരു തീരുമാനം ഉണ്ടായി, അല്ലെങ്കിൽ ചോർന്നൊലിക്കുന്ന വീടുകളിൽ കിടന്ന ആളുകൾ മടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം മാറ്റാൻ വേണ്ടി റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ന്യായമായിട്ട് ഇവിടെ വന്ന് ഈ സ്ഥലം ഒന്ന് പരിശോധിച്ച് വേണ്ട ഇടപെടൽ ഇടണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. നിർധനരായ തോട്ടം തൊഴിലാളികൾക്ക് അർഹതപ്പെട്ട വീട് നിർമ്മിക്കാനെങ്കിലും അനുമതി നൽകണമെന്നാണ് ആവശ്യം. വേനൽ വറുതി കാർഷിക മേഖലയ്ക്ക് പ്രതിസന്ധിയായ പശ്ചാത്തലത്തിൽ കർഷകർക്ക് കൈത്താങ്ങായി പ്രത്യേക പാക്കേജ് അനുവദിക്കാൻ നടപടി വേണമെന്ന ആവശ്യം. ഏലവും കുരുമുളകും ജാതിയും അടക്കമുള്ള കാർഷിക വിളകൾക്ക് വലിയ തോതിൽ നാശം സംഭവിച്ചിട്ടുണ്ട്. കടക്കണിയിലേക്ക് കൂപ്പുകുത്തുമെന്ന ആശങ്കയിൽ മുമ്പോട്ടു പോകവെയാണ് നഷ്ടപരിഹാരവും പ്രത്യേക പാക്കേജുമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. കനത്ത വേനലും ഉയർന്ന ചൂടും ഇത്തവണ കാർഷിക മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചിട്ടുള്ളത്. ഇത്തവണ കാലവർഷത്തിൽ കുറവ് വന്നിരുന്നു. പ്രതീക്ഷിച്ച രീതിയിലുള്ള തുലാമഴയും വേനൽമഴയും ലഭ്യമായില്ല. ഇത് കർഷകർക്ക് കൂടുതൽ തിരിച്ചടിയായി. ജലസ്രോതസ്സുകൾ വരളുകയും ജലലഭ്യത കുറയുകയും കൂടി ചെയ്തതോടെ കൃഷിക്കായുള്ള പല കർഷകരുടെയും ജലസേചന മാർഗം പൂർണ്ണമായി അടഞ്ഞു. കൊടും ചൂടും പകൽ സമയത്തെ ഉയർന്ന അന്തരീക്ഷ താപനിലയും കാർഷിക വിളകൾ ഉണങ്ങി നശിക്കാനിടയാക്കി. ഹൈറേഞ്ചിന്റെ വിവിധ മേഖലകളിൽ ഇതിനോടകം വലിയ തോതിൽ കാർഷിക വിളകൾ കരിഞ്ഞുണങ്ങി നശിച്ചു കഴിഞ്ഞു. ഏലം കൃഷിക്കാണ് ഏറ്റവുമധികം നാശം സംഭവിച്ചിട്ടുള്ളത്. ഏലച്ചെടികൾ ഉണങ്ങി നിലം പൊത്തി. ചെടി ഒന്നുപോലുമില്ലാതെ ഉണങ്ങി നശിച്ച കൃഷിയിടങ്ങളുമുണ്ട്. ചെടികളിലുള്ള ശരവും ഉണങ്ങി നശിച്ചു. ഇത് കർഷകർക്ക് വലിയ നഷ്ടമാണ് വരുത്തിയിട്ടുള്ളത്. കുരുമുളക് ചെടികളും വലിയ തോതിൽ ഉണങ്ങി നശിച്ച തോട്ടങ്ങൾ ഹൈറേഞ്ചിലുണ്ട്. വേനൽ വറുതി ഇത്രത്തോളം കാർഷിക മേഖലയ്ക്ക് തിരിച്ചടി നൽകിയ സാഹചര്യത്തിലാണ് കർഷകർക്ക് കൈത്താങ്ങായി കാർഷിക മേഖലയുടെ പിടിച്ചുനിൽപ്പിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നഷ്ടപരിഹാരവും പ്രത്യേക സാമ്പത്തിക പാക്കേജും അനുവദിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളതെന്ന് കർഷകർ പറയുന്നു. ഈ വരൾച്ച ബാധിച്ച് വല്ലാത്തൊരവസ്ഥ ഉണ്ടായിരിക്കുകയാണ്.
ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏലത്തിൻ്റെ കിഴക്കൻ മേഖലകളൊക്കെ ഏലത്തോട്ടം ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഏലം തട്ടം മറിഞ്ഞു പോയിട്ടുള്ളത്. അത് കണ്ടാൽ നമ്മൾ സഹിക്കില്ല. അത്രയും ഒരു കൃഷിയോട് ബന്ധമുള്ളവർ ആര് കണ്ടാലും അത് ചങ്ക് തകർന്ന ഒരു അവസ്ഥയാണ്. അത് ആ കർഷകരൊക്കെ എങ്ങനെ ജീവിച്ചിരിക്കുക, അവർ അത്രയധികം സങ്കടത്തിലാണ്. അപ്പോൾ ആ കുരുമുളക്, ഏലം, പിന്നെ ജാതിയൊക്കെ 30-40 കൊല്ലം പഴക്കമുള്ള ജാതി മരങ്ങളാണ് ഉണങ്ങി നിൽക്കുന്നത്. അതൊക്കെ ഒരു മരത്തിൽ നിന്ന് തന്നെ 10,000 രൂപ വരുമാനം കിട്ടുന്നത് ജാതി മരങ്ങൾ ഉണങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഗവൺമെൻറ്, കേന്ദ്ര സർക്കാരും കേരള ഗവൺമെൻറ്റും ചേർന്നിട്ട് കർഷകർക്ക് അത് ഗുണകരമാകുന്ന ഒരു ആശ്വാസം കിട്ടുന്ന രീതിയിലൊരു പാക്കേജ് ഉണ്ടാകണം. അത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഏലം കർഷകരൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ നഷ്ടം നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ തീരുന്നതല്ല. കോടികളുടെ നഷ്ടമാണ് ആ മേഖലകളിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് കൊണ്ട് ഇവരെല്ലാം വലിയ ലോണുകൾ എടുത്തു അങ്ങനെയൊക്കെയാണ് ഈ കൃഷിയെല്ലാം ചെയ്തിട്ടുള്ളത്. ആ ലോണുകളുടെ എല്ലാം പലിശ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു മൊറട്ടോറിയം. സാധാരണ മൊറട്ടോറിയം പ്രഖ്യാപിക്കുമ്പോൾ മൊറട്ടോറിയം കഴിയുമ്പോൾ ആ കാലഘട്ടത്തിലുള്ള പലിശയും കൂടി ഈടാക്കാറുണ്ട്. അത് ഒരു കാരണവശാലും വാങ്ങാൻ പാടില്ല. കൃഷിക്കാർ അത്രയധികം കഷ്ടപ്പാടിലാണ്. അതുകൊണ്ട് ഗവൺമെൻറ്റുകൾ ഗൗരവമായി ചിന്തിക്കണം. അത് ഗൗരവമായി എടുക്കണം. അതിനെപ്പറ്റി സർവേ തന്നെ നടത്തേണ്ടതുണ്ട്. കിഴക്കൻ മേഖല ഇടുക്കി ജില്ലയിൽ അത്രയധികം വലിയ ഒരു നഷ്ടങ്ങളാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഏലച്ചെടികൾ ഉണങ്ങി നിലം പതിച്ചതോടെ കർഷകർ വലിയ ആശങ്കയിലാണ്. പലരും വായ്പയും മറ്റുമെടുത്താണ് പരിപാലന ചിലവ് വഹിച്ചത്. അടുത്ത വർഷത്തെ വിളവെടുപ്പിലായിരുന്നു പ്രതീക്ഷ. ചെടികൾ ഇല്ലാതായതോടെ വലിയ കടക്കണിയിലേക്ക് കൂപ്പുകുത്തുമോ എന്ന ആശങ്ക കർഷകർ പങ്കുവയ്ക്കുന്നു. ജാതി കൃഷിക്കും വേനൽ തിരിച്ചടി സമ്മാനിച്ചിട്ടുണ്ട്. ഇനിയും വേണ്ട രീതിയിൽ വേനൽ മഴ പെയ്തില്ലെങ്കിൽ കൂടുതൽ കർഷകർ പ്രതിസന്ധിയിലാകും. നിലവിലെ സ്ഥിതി വലിയ തോതിലുള്ള ഉൽപാദനക്കുറവിന് ഇടവരുത്തുമെന്നും കർഷകർ പറയുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം റാണിക്കല്ലിന് സമീപവും കൂമ്പൻപാറയ്ക്ക് സമീപവും സ്ഥാപിച്ചിട്ടുള്ള ഹരിത ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യത്തിൽ ഇനിയും നടപടിയില്ല. ദേശീയപാതയിലൂടെ എത്തുന്ന വാഹനയാത്രികരിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഹരിത ചെക്ക് പോസ്റ്റുകൾക്കായി സൗകര്യം ക്രമീകരിച്ചത്. ദേശീയപാതയോരങ്ങളിൽ മാലിന്യങ്ങൾ അലക്ഷ്യമായി നിക്ഷേപിച്ചു പോകുന്ന സാഹചര്യത്തിലാണ് ഹരിത ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. ദേശീയപാതയിലൂടെ എത്തുന്ന വാഹനയാത്രികരിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു നേര്യമംഗലത്തിന് സമീപവും കൂമ്പൻപാറയ്ക്ക് സമീപവും ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കാനുള്ള ക്രമീകരണമൊരുക്കിയത്. പക്ഷേ ക്രമീകരണമൊരുക്കിയതല്ലാതെ ഹരിത ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തനക്ഷമമാക്കിയില്ല. വിനോദസഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ പലയിടത്തും പ്ലാസ്റ്റിക് മാലിന്യമടക്കം അലക്ഷ്യമായി നിക്ഷേപിച്ചു പോകുന്ന സ്ഥിതിയുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഹരിത ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. ഇപ്പോൾ മധ്യവേനൽ അവധി കഴിഞ്ഞ് ടൂറിസ്റ്റുകൾ ധാരാളമായി വരാൻ പോകുന്നൊരു സമയമാണ്. എവിടെ നോക്കിയാലും ടൂറിസ്റ്റുകൾ ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ വേസ്റ്റും ഡിസ്പോസബിൾ പ്ലേറ്റും എല്ലാം ഈ വനത്തിൻ്റെ സൈഡിൽ, റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ നിക്ഷേപിച്ച് വളരെ വികൃതമായ, വിദേശികളൊക്കെ ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് നമ്മുടെ മുഖച്ഛായ മാറി ഒരു വികൃതമായ രീതിയിൽ തന്നെ കണ്ടമാനം വേസ്റ്റ് അവിടെ നിക്ഷേപിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഈ അടുത്ത നാളിൽ അത് കൂടിക്കൊണ്ടിരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഹരിത ചെക്ക് പോസ്റ്റ് എന്നൊരു നിർദ്ദേശം പല കോണുകളിൽ നിന്നും അഭിപ്രായപ്പെട്ടതനുസരിച്ച് അതിനൊരു തുടക്കം കുറിച്ചെങ്കിലും നേരൊന്നിട്ട് അത് പ്രവർത്തനമായിട്ടില്ല. മൂന്നാറിലൊന്നും പ്രവർത്തന സജ്ജമായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇടുക്കിയുടെ മുഖച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന, ടൂറിസത്തിന് വളരെയധികം മോശമായ ഒരു മുഖം കാണിക്കുന്ന ഈ രീതിയിലുള്ള ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകളും ഭക്ഷണാവശിഷ്ടങ്ങളും എല്ലാം നിക്ഷേപിക്കാതിരിക്കാൻ അത് ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ച് ഹരിത ചെക്ക് പോസ്റ്റ് അവിടെ തുടങ്ങി വെച്ചത് ഉടൻ തന്നെ സർക്കാർ അത് പ്രവർത്തന സജ്ജമാക്കണം. അല്ലെങ്കിൽ നമ്മുടെ ടൂറിസത്തെ ബാധിക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ വനത്തിനുള്ളിലേക്ക് ഈ വേസ്റ്റുകൾ ഇറങ്ങിച്ചെല്ലുകയും കാട്ടാന, കുരങ്ങ്, പന്നിയെല്ലാം ഇത് കൂട്ടത്തോടെ തിന്നാൻ വരികയും പിന്നീട് അവ ഇതേ ഭക്ഷണം തേടി തന്നെ നമ്മുടെ കൃഷി ഇടങ്ങളിലേക്കും നാട്ടുകാർക്കും ഭയങ്കര ശല്യമായിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ പ്ലാസ്റ്റിക് വലിയൊരു ദോഷമാകുന്നതുകൊണ്ട് ഈ ഹരിത ചെക്ക് പോസ്റ്റിൽ തന്നെ ഇത് ചെക്ക് ചെയ്ത് അത് അവിടെ തന്നെ സംസ്കരിച്ച് കൊണ്ടുപോകുന്ന ആളുകൾക്ക്, ഹരിതകർമ്മ സേന പോലുള്ള പഞ്ചായത്തിൻ്റെ ഏജൻസികൾക്ക് കൈമാറുന്ന രീതിയിൽ ഒരു സംവിധാനം സർക്കാർ അടിയന്തരമായി കൊണ്ടുവരണം. ഇത് കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മുടെ ടൂറിസത്തിനെ തന്നെ വളരെയധികം ഇത് ബാധിക്കുന്നതാണ്. വിനോദസഞ്ചാരികളിൽ നിന്ന് തരംതിരിച്ച് മാലിന്യം ശേഖരിക്കുക, മാലിന്യ സംസ്കരണം സംബന്ധിച്ച് ബോധവൽക്കരണം നൽകുക, ഇത് സംബന്ധിച്ച് ലഘുലേഖകൾ വിതരണം ചെയ്യുക തുടങ്ങിയ വിവിധ ലക്ഷ്യങ്ങളായിരുന്നു പദ്ധതി കൊണ്ട് ആവിഷ്കരിച്ചിരുന്നത്. പഴയ മൂന്നാറിന് സമീപം ഹരിത ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. നേര്യമംഗലത്തിന് സമീപത്തെയും കൂമ്പൻപാറയിലെയും ഹരിത ചെക്ക് പോസ്റ്റുകൾ കൂടി പ്രവർത്തനക്ഷമമാക്കിയാൽ മൂന്നാർ വരെയുള്ള ഭാഗത്തുണ്ടാകുന്ന മാലിന്യ നിക്ഷേപം നിയന്ത്രിക്കാമെന്നാണ് വാദം. ദേവികുളം മണ്ഡലത്തിലെ ചില പോളിംഗ് ബൂത്തുകളിൽ ബോധപൂർവം പോളിംഗ് ഉദ്യോഗസ്ഥർ UDFന് അനുകൂലമായി വോട്ടിംഗ് അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണവുമായി CPI പ്രാദേശിക നേതൃത്വം രംഗത്ത്. ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതായി CPI മൂന്നാർ മണ്ഡലം സെക്രട്ടറി
ചന്ദ്രപാൽ പറഞ്ഞു. ഈ വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാനും പാർട്ടി തീരുമാനിച്ചതായി നേതൃത്വം വ്യക്തമാക്കി. എന്നാൽ ബോധപൂർവമായിട്ട് കോൺഗ്രസ് അനുകൂലമായിട്ടുള്ള അംഗൻവാടി ടീച്ചർമാരും മറ്റും അധ്യാപകന്മാർ BLOമാരായിട്ട് നിയമിച്ചതുകൊണ്ട് അവർ പല പ്രദേശങ്ങളിലും ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ വെട്ടിമാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിയതും പല ബൂത്തുകളിലും ഞങ്ങളുടെ ആൾ ജീവിച്ചിരിക്കുകയും എന്നാൽ വോട്ട് ചെയ്യാൻ വരുമ്പോൾ അദ്ദേഹത്തിന് വോട്ടില്ലാത്ത സ്ഥിതികൾ പല ബൂത്തുകളിലും സംഭവിച്ചിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി CPIയുടെ ഭാഗത്തുനിന്ന് പരാതി നൽകിയിട്ടുണ്ട്. വീണ്ടും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു താലൂക്കിൽ ഇത്തരം വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാനും ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ബസ് സൗഹൃദം കട്ടപ്പന വാട്സാപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഹൈറേഞ്ചിലെ ബസ് തൊഴിലാളികളുടെ സംഗമം നടന്നു. മാധ്യമപ്രവർത്തകനും കവിയും പ്രഭാഷകനുമായ ആന്റണി മുനിയറ ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന മാസ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ബസ് സൗഹൃദം കട്ടപ്പന വാട്സാപ്പ് കൂട്ടായ്മയുടെ സംഗമം നടന്നത്. കുടിയേറ്റ കാലം മുതൽ ഹൈറേഞ്ചിന്റെ പൊതുഗതാഗത രംഗത്തെ നെടുംതൂണായ സ്വകാര്യ ബസ് മേഖലയുടെ ഭാഗമായിരുന്ന തൊഴിലാളികൾ ഉൾപ്പെടെ 3 തലമുറയിലുള്ളവരാണ് സംഗമത്തിൽ പങ്കെടുത്തത്. മാധ്യമപ്രവർത്തകനും കവിയും പ്രഭാഷകനുമായ ആന്റണി മുനിയറ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മധുരോദാരമായ ഭൂതകാല വിസ്മയങ്ങളെല്ലാം നമ്മിൽ നിന്ന് കുറേശ്ശെ അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മുമ്പേ പോയവരുടെ വിയർപ്പ് കണങ്ങൾ വീണ് കുതിർന്ന് മണ്ണിൽ അല്പത്വത്തിന്റെ പട്ട് വിരിച്ച് അധ്വാനത്തിന്റെ നാളുകളെ മറക്കരുതെന്നുമുള്ള വലിയ ഓർമ്മപ്പെടുത്തലാണ് ഈ തിരുനെല്ലിക്കൽ പോലും നമുക്ക് സമ്മാനിച്ചത്. എൻ്റെ ബാല്യകൗമാരങ്ങളിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ ഹീറോസ് അതിൽ പലരും ഇവിടെയുണ്ട്. വല്ലപ്പോഴും മാത്രം ബസ് വന്നിരുന്ന നമ്മുടെ നാട്ടിലെ വഴികൾ. നേര്യമംഗലമാണ് ലോകത്തിന്റെ അതിർത്തി എന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഒരു കുട്ടിക്കാലം. മുനിയറയിൽ നിന്ന് പൊൻപുടിപ്പുഴയിലൂടെ വള്ളത്തിൽ സഞ്ചരിച്ച് കുറച്ചു ദൂരം നടന്നു പോകുമ്പോൾ അവിടെ തിളങ്ങുന്ന ഒരു ബസ് കിടപ്പുണ്ടാകും. ആ ബസ്സിലെ ഏറ്റവും വലിയ ഹീറോ ഡ്രൈവർ തന്നെയാണ്. ഡ്രൈവർ കയറി കഴിയുമ്പോഴേക്ക് ബസ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ യാത്രക്കാരെല്ലാവരും വളരെയേറെ ആഹ്ലാദത്തോട് കൂടിയിട്ട് സീറ്റുകളിൽ ഇങ്ങനെ ഇരിക്കും. ചിലപ്പോൾ വല്ലാത്ത തിക്കും തിരക്കുമായിരിക്കും. മുന്നിലെ സീറ്റിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് വ്യഗ്രത കൂട്ടുന്ന ഞാൻ 2-3 വളവ് തിരിഞ്ഞു കഴിയുമ്പോൾ ഛർദ്ദിക്കുമ്പോൾ കണ്ടക്ടർ എൻ്റെ അരികിൽ വന്ന് പറയും, മോനൊരു കാര്യം ചെയ്യാം, ഏറ്റവും പുറകിൽ ചെന്ന് നിൽക്കുക. ആ പുറകിൽ ഇന്നത്തെ പോലെ ഷട്ടർ അല്ലല്ലോ, ഇങ്ങനെ പഴുത വലിച്ചു കെട്ടിയിരിക്കുക. അപ്പൊ ഏറ്റവും പിന്നാമ്പുറത്ത് നിന്ന് ആ പഴുതയുടെ ഇടയിലൂടെ ഇങ്ങനെ ഛർദ്ദിച്ചു പോകുമ്പോൾ ആ ഹൈറേഞ്ചിന്റെ വളവ് തിരിവുകളെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അടിമാലിയും കടന്ന് മുന്നോട്ട് പോകുമ്പോൾ ഈ കണ്ടക്ടർ എൻ്റെ അരികിൽ വീണ്ടും വന്ന് പറയും, മോൻ അടുത്തുവല്ലേ, നേര്യമംഗലം കഴിഞ്ഞാൽ പിന്നെ ഛർദ്ദിക്കത്തില്ല. എന്താണ് ഇതിന്റെ മായാജാലം? ഞാനിങ്ങനെ പലപ്പോഴും അന്വേഷിച്ചപ്പോഴാണ് പിന്നീട് എനിക്ക് മനസ്സിലായി, കുറച്ചുകൂടി മുതിർന്നപ്പോൾ മനസ്സിലായി, നേര്യമംഗലം കഴിയുമ്പോഴേക്കും വളവ് തിരിവുകൾ കുറവാണ്, കയറ്റിറക്കങ്ങൾ കുറവാണ്. അപ്പോൾ ഭൂമിയുടെ അതിർത്തി നേര്യമംഗലമാണെന്ന് വിചാരിച്ചിരുന്ന ആ ബാല്യകൗമാരം തൊട്ട് കവിത എഴുതിയിരുന്ന ഒരു കാലഘട്ടം വരെ എൻ്റെ മനസ്സിൽ, എഴുതി തുടങ്ങിയ ഒരു കാലഘട്ടം വരെ എൻ്റെ മനസ്സിൽ ബസ്സും ബസ് ജീവനക്കാരും ഒക്കെ കഥാപാത്രങ്ങളായിട്ടില്ലെങ്കിൽ പോലും വലിയൊരു അനുഭവം എനിക്ക് സമ്മാനിച്ചവരാണ്. സ്വന്തം തൊഴിൽ കൊണ്ട് ആയുഷിന്റെ സിംഹഭാഗവും സമൂഹത്തിന് സേവനം ചെയ്തിട്ടും അവഗണന മാത്രം തിരികെ കിട്ടിയ ബസ് തൊഴിലാളികൾ അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും സുഖദുഃഖങ്ങളും പങ്കുവയ്ക്കാനും പരസ്പരം കൈത്താങ്ങാകുവാനും വേണ്ടിയാണ് ബസ് സൗഹൃദം വാട്സാപ്പ് കൂട്ടായ്മയിലൂടെ ഒത്തുകൂടിയത്. 450ഓളം അംഗങ്ങളുള്ള തൊഴിലാളികളുടെ ഇത്തരത്തിലുള്ള കൂട്ടായ്മ ബസ് മേഖലയിൽ കേരളത്തിൽ തന്നെ ആദ്യത്തേതാണ്. സംഗമത്തിന്റെ ഭാഗമായി ഈ മേഖലയിൽ സേവനമനുഷ്ഠിച്ച് വിരമിച്ച മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. അതുപോലെ എലൈറ്റിലെ കണ്ടക്ടറായിരുന്ന സുരേന്ദ്രന്റെ വിളിയിൽ കണ്ടക്ടർ കയറുന്ന ഉറങ്ങാൻ കണക്കിലായിരുന്ന സുരക്ഷേട്ടൻ തരം രാത്രികാല സർവീസ് എല്ലാവർക്കും ഓർമ്മകളാണ്. ശരണബസ്സിലെ ദീർഘകാലം നമ്മുടെ സെന്റ് തോമസിലൊക്കെ ഏറെക്കാലം കണ്ടക്ടറായിട്ട് പോയിട്ടുള്ള നമ്മളെ പ്രസാദ് വിലങ്ങുപാറ, ശ്രീകാന്ത് രവീന്ദ്രൻ, മോൻസിസി, മധുസൂദനൻ നായർ, TK മോഹനൻ, MK, സാംസി ഉദുബ്, രാജേഷ് കുട്ടിമാളു, അഖിൽ സി രവി, അനീഷ് KK,
അജിമോൻ VS, ബിജു PV, രഞ്ജിത്ത് PT, ഷിബു ജോർജ്, മനുപ്രസാദ് PR എന്നിവർ നേതൃത്വം നൽകി. ഇരട്ടയാർ അയ്യമലപ്പടിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രികർക്കാണ് പരിക്കേറ്റത്. ഇവരെ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരട്ടയാറിൽ നിന്നെത്തി പറയൻകവലയ്ക്ക് തിരിയുകയായിരുന്ന കാറിൽ കട്ടപ്പനയിൽ നിന്നെത്തിയ ബൈക്ക് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് മറിയുകയും ബൈക്ക് യാത്രികരായ മേലെ ചിന്നാർ ഈട്ടിത്തോപ്പ് സ്വദേശികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇവരെ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽപ്പെട്ട ഇരട്ടയാർ സ്വദേശിയുടെ കാറിനും ബൈക്കിനും സാരമായ കേടുപാടുകൾ സംഭവിച്ചു. കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. നത്തുകല്ല് ഇരട്ടയാർ റോഡ് ആധുനിക നിലവാരത്തിൽ പുനർനിർമ്മിച്ച ശേഷം അയ്യമലപ്പടി ഭാഗത്ത് വാഹനാപകടങ്ങൾ പതിവാണ്. അശ്രദ്ധമായ ഡ്രൈവിംഗും അമിത വേഗതയുമാണ് പലപ്പോഴും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത്. ഫേസ്ബുക്കിൽ ലൈവിട്ട് യുവാവ് ആത്മഹത്യ ചെയ്തു. ചെറുതോണി ആലൻചുവട് സ്വദേശി പുത്തൻപുരയ്ക്കൽ വിഷ്ണുവാണ് മരിച്ചത്. കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഫേസ്ബുക്കിൽ ലൈവിട്ട ശേഷം ഇയാൾ വീടിനുള്ളിലെ ഫാനിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. ഫേസ്ബുക്ക് ലൈവ് കണ്ട സുഹൃത്തുക്കൾ വീട്ടിലെത്തി വാതിൽ തകർത്ത വിഷ്ണുവിനെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇടുക്കി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഉപ്പുതറ 9 ഏക്കർ മറ്റപ്പള്ളി ഭാഗത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷം. ഒരാഴ്ചയിലധികമായി വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ഈ മേഖലയിൽ ലഭിക്കുന്നില്ല. സമീപത്തെ കിണറുകളും കുളങ്ങളും വറ്റിയതോടെ ഈ മേഖലയിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായി മാറിയിരിക്കുകയാണ്. ഉപ്പുതറ മറ്റപ്പള്ളി ഭാഗത്താണ് കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായിരിക്കുന്നത്. ഒരാഴ്ചയിലധികമായി ഈ മേഖലയിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം എത്തുന്നില്ല. കൂടാതെ വേനൽ കടുത്തതോടെ ഈ മേഖലയിലെ കുളങ്ങളും കിണറുകളും വറ്റിവരണ്ടു. ഈ സാഹചര്യത്തിൽ ഭീമമായ തുക നൽകി വാഹനങ്ങളിൽ കുടിവെള്ളം എത്തിക്കേണ്ട അവസ്ഥയാണ് പ്രദേശവാസികൾക്ക്. ഞങ്ങൾക്ക് വെള്ളമില്ലാതെ ഇത്രയും നാളായിട്ട് വിഷമിച്ചിട്ട് ഉപ്പുതറ പഞ്ചായത്തിൽ നിന്ന് ആൾക്കാർ തിരിഞ്ഞു നോക്കുമോ, വാട്ടർ കണക്ഷൻ്റെ വെള്ളം കിട്ടാതാവോ, കിണറുകളെല്ലാം പറ്റിക്കരിഞ്ഞു. ഞങ്ങൾക്ക് വെള്ളം കിട്ടാനുള്ള എന്തെങ്കിലും ഒരു മാർഗം വേണ്ടപ്പെട്ട അധികാരികൾ ചെയ്തു തരണമെന്ന് ഞങ്ങൾ ഒരാഴ്ചയായി ആ വെള്ളം കിട്ടുന്നില്ല. പിന്നെ കുടിക്കാൻ കിണറ്റിലാണ് വെള്ളമില്ല. പൈസ കൊടുത്ത് വെള്ളം മേടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? എന്നും ഈ വെള്ളം പഞ്ചായത്തിൽ നിന്ന് എവിടുന്നേലും ഇവർ വണ്ടിക്കാണെങ്കിലും കൊണ്ട് ഞങ്ങൾക്ക് വെള്ളം തന്നാൽ മതിയായിരുന്നു. പഞ്ചായത്ത് ഇതെന്നാന്ന് പോലും അവരൊന്ന് തിരിഞ്ഞ് ചോദിക്കാത്ത ഇതെന്നാ. ഒരിടത്തും കോരിയെടുക്കാൻ പോലും വെള്ളമില്ല. പിന്നെ നമ്മൾ എന്നാ ചെയ്യുന്നത്? അതുകൊണ്ട് എന്തെങ്കിലും ഒരു നടപടി. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന്റെ 3 വാർഡുകൾ ഉൾപ്പെടുന്ന പ്രദേശമായതിനാൽ വാർഡിലെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മുൻകൈയെടുത്ത് മേഖലയിൽ കുടിവെള്ളം എത്തിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ഇവിടെ കുടിവെള്ളം ഇല്ലാതെ ജനം വരാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച ഉച്ചയായി. അപ്പം ഇവിടെ ആറ്റിൽ നിന്നുള്ള വെള്ളം പമ്പ് വഴി അടിച്ചു തരുന്നുണ്ടായിരുന്നു. അതും നിലച്ചു. കിണറുകളെല്ലാം വറ്റി വരണ്ടു. ജനങ്ങളിപ്പം കുടിവെള്ളം ഇല്ലാതെ വിഷമിക്കുകയാണ്. അതുകൊണ്ട് പഞ്ചായത്തിലെ അധികൃതർ അത് എന്തുവന്നാൽ ആലോചിച്ച് ഞങ്ങൾക്ക് കുടിവെള്ളം വണ്ടിയിലോ ഒക്കെ എത്തിച്ചു തരണം. 9 ഏക്കർ മറ്റപ്പള്ളിക്കവല, കവല, മൊത്തായിപ്പാറ ഈ ഭാഗങ്ങളിലെ ജനങ്ങൾ, സൂര്യന്തിക്കവല ഈ ഭാഗങ്ങളിലെ ജനങ്ങളെല്ലാം വെള്ളത്തിനു വേണ്ടി നെട്ടോട്ടം ഓടുകയാണ്. മറ്റപ്പള്ളിക്കവലയിൽ പഞ്ചായത്ത് കിണറുണ്ടെങ്കിലും ശുചീകരിക്കാൻ വേണ്ട നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതോടെ കിണർ ശുചീകരിച്ച് നൽകണമെന്ന ആവശ്യവും നാട്ടുകാർ മുമ്പോട്ട് വയ്ക്കുന്നു. 9 ഏക്കർ മുതൽ മത്തായിപ്പാറ വരെയും സൂര്യകാന്തിക്കവല, മറ്റപ്പള്ളി തുടങ്ങിയ മേഖലകളിലും വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പദ്ധതിയെ ആശ്രയിച്ചാണ് ആളുകൾ കഴിയുന്നത്. ടാങ്കറുകളിലോ മറ്റ് സംവിധാനങ്ങൾ വഴിയോ എത്രയും വേഗം മേഖലയിൽ കുടിവെള്ളം എത്തിച്ചു നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഉപ്പാറ പഞ്ചായത്തിൻ്റെ നിലവിലുള്ള കിണറാണിത്. വെള്ളം പറ്റിയിട്ട് ഏതാനും ദിവസങ്ങൾക്ക് മാത്രമായിട്ടുണ്ട്. ഉപ്പാറ പഞ്ചായത്ത് വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ ഉണ്ടായിട്ടും നിലവിൽ ഒരാഴ്ചയായിട്ട് വെള്ളമില്ലാത്ത ഒരവസ്ഥയാണ്. ഇവിടെ നാട്ടുകാർ പ്രതിഷേധിക്കുന്നു. ഞങ്ങളുടെ ആവശ്യം കുടിവെള്ളം നിലവിൽ വാട്ടർ ടാങ്കിൽ എത്തിക്കുക, അല്ലെങ്കിൽ വണ്ടിക്ക് എത്തിക്കുക. സൂര്യകാന്തിക്കവല വരെയുള്ള ആൾക്കാർക്ക് വെള്ളം നിലവിൽ എത്തിച്ചു കൊടുക്കുക. ഇതാണ് ഞങ്ങളുടെ ആവശ്യം. കൂടാതെ മറ്റപ്പള്ളിക്കവലയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിന്റെ വാൽവ് പൊട്ടി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇത് മാറ്റി സ്ഥാപിക്കാൻ വേണ്ട നടപടിയും അധികൃതർ സ്വീകരിച്ചിട്ടില്ല. വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് ആവശ്യം. SNDP യോഗം കട്ടപ്പന കൊച്ചുതോമള സഹായോഗത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആർ ശങ്കർ കുടുംബയോഗത്തിന്റെ വാർഷിക പൊതുയോഗം നടന്നു. മലനാട് SNDP യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു.
കൊച്ചുതോവാള SN ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് വാർഷിക പൊതുയോഗം നടത്തിയത്. ശാഖായോഗം വൈസ് പ്രസിഡന്റ് വിനോദ് മറ്റത്തിൽ അധ്യക്ഷനായിരുന്നു. മലനാട് യൂണിയൻ സെക്രട്ടറി വിനോദ് ഉത്തമൻ മുഖ്യപ്രഭാഷണം നടത്തി. ശാഖായോഗം പ്രസിഡന്റ് സന്തോഷ് പാതയിൽ സ്വഘടനാ സന്ദേശം നൽകി. ഈ പ്രസ്ഥാനത്തെയൊക്കെ നയിക്കേണ്ട വ്യക്തികളെ നമ്മൾ വീടുകളിൽ ഒക്കെ ഇരുത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കാതെ ഈ പ്രസ്ഥാനത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള യുവതലമുറയെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ ഈ സംഘടന ഏറ്റവും വലിയ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കുടുംബയോഗം ചെയർമാൻ സുരേന്ദ്രൻ പുലിത്തൂക്കിൽ റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു. കുമാരി സംഘം യൂണിയൻ പ്രസിഡന്റ് രേഷ്മ KV പഠന ക്ലാസ് നയിച്ചു. നമുക്കറിയാം, സാമ്രാജ്യത്വവും ഏകാധിപത്യവും അവസാനിപ്പിച്ച് സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങളാലും അനാചാരങ്ങളാലും വളർത്തി പുലർത്തി പോന്ന അസമത്വത്തെയും അടിമത്തത്തെയും ഇല്ലായ്മ ചെയ്ത് ഒരു വ്യക്തിയെയും സമൂഹത്തെയും ഉയർത്തുവാൻ വ്യക്തമായ ആശയ ആദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള സംഘടിതമായ ശ്രമം വേണമെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമെന്ന SNDP യോഗത്തിന് രൂപം നൽകിയത്. ഇന്ന് ആ SNDP യോഗത്തിന് കീഴിൽ പല പോഷക സംഘടനകളായി, കൊച്ചുതോവാള ശാഖയായി, മലനാട് യൂണിയനായി, ഈ ശാഖായോഗത്തിന്റെ കീഴിൽ മഹാനായ R ശങ്കറിന്റെ നാമധേയത്തിൽ R ശങ്കർ കുടുംബയോഗത്തിന്റെ കീഴിൽ വനിതാ സംഘം പ്രവർത്തകരായും കുടുംബയോഗത്തിന്റെ കമ്മിറ്റി അംഗങ്ങളായും കുമാരി സംഘവും യൂത്ത് മൂവ്മെന്റും ബാലവേദിയും ഉൾപ്പെടെയായി ഒരു കുടുംബത്തിലെ എല്ലാവർക്കും സംഘടനയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ തൽപരരാക്കുന്ന വിധത്തിൽ നമ്മുടെ സംഘടനയിൽ നിന്ന് അത്യധികം വളർന്നിട്ടുണ്ട്. യോഗത്തിൽ ശാഖായോഗം സെക്രട്ടറി അഖിൽ കൃഷ്ണൻകുട്ടി, യൂണിയൻ കമ്മിറ്റി അംഗം PG സുധാകരൻ, വനിതാ സംഘം പ്രസിഡന്റ് രഞ്ജിനി സജീവ്, സെക്രട്ടറി ആശ അനീഷ്, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് അരുൺകുമാർ, സെക്രട്ടറി മോൻസൺ മോഹനൻ, കുമാരി സംഘം പ്രസിഡന്റ് സാന്ദ്ര സുരേഷ്, സൈബർ സേന ചെയർമാൻ വിഷ്ണു വിനോദ്, ശാഖായോഗം മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, കുടുംബയോഗം പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. മാധ്യമപ്രവർത്തകനും ടൂറിസം സംരംഭകനുമായിരുന്ന ബോബി മാത്യുവിന്റെ 3ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പീരുമേട്ടിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടന്നു. പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R ദിനേശൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പീരുമേട് ABG ഹാളിൽ വെച്ചാണ് മെഡിക്കൽ ക്യാമ്പ് നടന്നത്. രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയായിരുന്നു ക്യാമ്പ്. ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. മാധ്യമപ്രവർത്തകനും ടൂറിസം സംരംഭകനുമായിരുന്ന ബോബി മാത്യുവിന്റെ 3ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് ബോബി മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റിയും മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയും ചേർന്ന് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിൽ ജനറൽ സർജറി, ഗൈനക്കോളജി, അസ്ഥിരോഗ വിഭാഗം എന്നിവയിൽ വിദഗ്ധ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ചു. ഓർത്തോ വിഭാഗം രോഗികൾക്ക് 800 രൂപ ചെലവ് വരുന്ന BMT ടെസ്റ്റ് സൗജന്യമായി ചെയ്തു നൽകി. ബോബി മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ബിജു P ചാക്കോ, സെക്രട്ടറി രഞ്ജിത M ജോസഫ്, മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ PRO അരുൺ ആണ്ടൂർ എന്നിവർ നേതൃത്വം നൽകി. സ്കൂൾ കോളേജ് കാലഘട്ടം എല്ലാ ആളുകളുടെയും ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരുപിടി ഓർമ്മകളാണ്. അത്തരമൊരു ഓർമ്മ പുതുക്കലിന്റെ ഭാഗമായി അയ്യപ്പൻകോവിൽ മേരികുളം സെന്റ് മേരീസ് ഹൈസ്കൂളിലെ 1990 SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം വളവൂട്ടിൽ നടന്നു. മിസ് ഇടുക്കി അന്ന മരിയ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കോളേജ് ജീവിതങ്ങൾ എന്നത് ആർക്കും മറക്കാനാകാത്ത നവ്യ അനുഭവങ്ങളാണ്. അയ്യപ്പൻകോവിൽ മേരികുളം സെന്റ് മേരീസ് ഹൈസ്കൂളിലെ 1990 ബാച്ചിലെ ഒരുപറ്റം പൂർവ്വ വിദ്യാർത്ഥികൾ ഒന്നിച്ചതോടെ അതിന് ഇരട്ടി മധുരമായി. 150ഓളം വാട്സാപ്പ് ഗ്രൂപ്പുകളിലായി നിറഞ്ഞു നിൽക്കുന്ന 90 ബാച്ചിന്റെ സൗഹൃദവും ഓർമ്മ പുതുക്കൽ കൂടിയായിരുന്നു പൂർവ്വ വിദ്യാർത്ഥി സംഗമം. കട്ടപ്പന ഫെസ്റ്റ് സീസൺ 2വിലെ മിസ് ഇടുക്കിയായി തിരഞ്ഞെടുക്കപ്പെട്ട അന്ന മരിയ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ വെച്ച് അന്ന മരിയയെ അനുമോദിക്കുകയും മൊമെന്റോ നൽകുകയും ചെയ്തു. നമ്മുടെ പ്രിയപ്പെട്ട അന്നാമരിയ മിസ് ഇടുക്കി ആയതിന്റെ നമ്മുടെ 90 യൂണിയൻ ബാച്ചിന്റെ ഉപഹാരം സ്വീകരിക്കുകയാണ്. ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്തിവരുന്ന 90 ബാച്ചിന്റെ 4ാമത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ് തിരികെ എന്ന പേരിൽ വളകോട് സംഘടിപ്പിച്ചത്. റീയൂണിയൻ പ്രസിഡന്റ് ഷിബി KS, സെക്രട്ടറി ഫിലിപ്പ് പീറ്റർ, തോമസ് P, ബിജു വാഴപ്പനാടി, സിന്ധു ഷാജി, ഷീബ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. കട്ടപ്പന പേഴുങ്കവല വിദേശ മദ്യവിൽപ്പനശാലയുടെ സമീപത്ത് മാലിന്യം കുമിഞ്ഞുകൂടുന്നു. കട്ടപ്പന ഇരട്ടയാർ റോഡിന്റെ വശങ്ങളാണ് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുന്നത്. നിരവധി തവണ നഗരസഭയുടെ നേതൃത്വത്തിൽ മാലിന്യം നീക്കം ചെയ്തുവെങ്കിലും മാലിന്യ നിക്ഷേപത്തിന് അറുതിയില്ല. കട്ടപ്പന ഇരട്ടയാർ റോഡിൽ പേഴുങ്കവല വിദേശ മദ്യ വിൽപ്പനശാലയുടെ സമീപത്താണ് മാലിന്യം കുമിഞ്ഞുകൂടുന്നത്.
വ്യാപാരശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങൾക്ക് പുറമെ വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങളും മദ്യക്കുപ്പികളും ഇവിടെ തള്ളുന്നുണ്ട്. മാലിന്യ നിക്ഷേപത്തിനെതിരെ വിവിധ മുന്നറിയിപ്പ് ബോർഡുകളടക്കം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ആരും ഇതൊന്നും വകവയ്ക്കുന്നില്ല. ഇതോടെ പ്രദേശവാസികളാണ് ഏറെ ദുരിതം അനുഭവിക്കുന്നത്. മൂക്ക് പൊത്തി മാത്രമേ ഇതുവഴി യാത്ര ചെയ്യാൻ സാധിക്കൂ. നേരിട്ട് റോഡിന് വരുന്ന വഴിക്ക് ബിവറേജിന്റെ താഴ്വശത്തായിട്ട് അതിശക്തമായ മാലിന്യങ്ങൾ ചാക്കിൽ കെട്ടി, അതുപോലെ തന്നെ കുപ്പിച്ചില്ലുകൾ, അതുപോലെ നിരവധി വേസ്റ്റ്, വീട്ടിലെ വേസ്റ്റ് സാധനങ്ങൾ നിറച്ച് കുറെ ഇവിടെ റോഡ് സൈഡിൽ ഇട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഇടയ്ക്ക് നഗരസഭ അത് വന്ന് മാറ്റിയിരുന്നു. പക്ഷെ എന്നാൽ പോലും വീണ്ടും അത് വന്നിരിക്കുകയാണ്. വേസ്റ്റ് വീണ്ടും കൂമ്പാരം കണക്കിന് വന്നേക്കുക. ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവിടുത്തെ അന്യസംസ്ഥാന തൊഴിലാളികൾ മദ്യപിച്ച് ഇവിടെ കുപ്പിച്ചില്ലുകൾ, ബ്രാൻഡി കുപ്പികളിലെ കുപ്പിയെല്ലാം പൊട്ടിച്ചിട്ട് ഭയങ്കര ഇത് രൂക്ഷമായിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലെ പല രോഗങ്ങളും പല വിദ്യാർത്ഥികളും ഇതിലെ സ്കൂളിൽ പോകുന്നതും എല്ലാമാണ്. അപ്പം ഭയങ്കര സ്മെല്ലാണ്. ഇതിലെ പോകാൻ പറ്റത്തില്ലാത്ത രീതിയിലുള്ള സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പം അത് നഗരസഭ അടിയന്തരമായിട്ടൊരു തീരുമാനം എടുക്കേണ്ടതാണ്. അഴുകിയ ഭക്ഷണ അവശിഷ്ടങ്ങൾ പോലും ഇവിടെ തള്ളുന്നുണ്ട്. മേഖല മാലിന്യത്താൽ നിറഞ്ഞതോടെ ഇതുവഴി വാഹനത്തിൽ വരുന്നവരും മാലിന്യം വലിച്ചെറിയുന്നത് പതിവായിരിക്കുകയാണ്. മദ്യപാനികൾ ഇവിടെ ഇരുന്ന് മദ്യപിച്ച ശേഷം കുപ്പികൾ എറിഞ്ഞു പൊട്ടിക്കുന്നതും പതിവ് കാഴ്ച. നഗരസഭയുടെ നേതൃത്വത്തിൽ മുൻപ് മാലിന്യം നീക്കം ചെയ്തുവെങ്കിലും ഏതാനും ദിവസങ്ങൾക്കകം തന്നെ വീണ്ടും മാലിന്യ നിക്ഷേപം രൂക്ഷമാകുകയാണ്. പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ മേഖലയിൽ CCTV അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. 1000 തൊട്ട് ഹൈറേഞ്ചിൽ കൊക്കോ വില. ഉണങ്ങിയ കൊക്കോ പരിപ്പിന് 1010 വരെ വില ഉയർന്നു. പക്ഷേ മികച്ച വില ലഭിക്കുമ്പോൾ കർഷകർക്ക് വിപണിയിലെത്തിക്കാൻ കൊക്കോ വേണ്ട വിധമില്ലാത്ത സ്ഥിതിയുമുണ്ട്. കുരുമുളകിന്റെ ഇരട്ടിയോളം വിലയാണ് ഉണക്ക കൊക്കോ പരിപ്പിന് ലഭിക്കുന്നത്. കഴിഞ്ഞ ഏതാനും നാളുകളായി കൊക്കോയ്ക്ക് വിപണിയിൽ ലഭിക്കുന്നത് മെച്ചപ്പെട്ട വിലയാണ്. ഹൈറേഞ്ചിലെ കമ്പോളങ്ങളിൽ ഇപ്പോൾ കൊക്കോ വില സർവകാല റെക്കോർഡിട്ടു. ഉണങ്ങിയ കൊക്കോ പരിപ്പിന് 1010 വരെ വില ഉയർന്നു. വിപണിയിൽ കൊക്കോയുടെ ലഭ്യത കുറഞ്ഞതും കൊക്കോയ്ക്ക് ചോക്ലേറ്റ് കമ്പനികളിൽ നിന്നുള്ള ആവശ്യകത കൂടിയതുമാണ് പ്രധാനമായി ഇപ്പോഴത്തെ വിലവർധനവിന് കാരണം. വിലയിൽ ഇനിയും വർധനവുണ്ടായേക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. പക്ഷേ ഉയർന്ന വില ലഭിക്കുന്ന ഘട്ടത്തിൽ കർഷകർക്ക് വിപണിയിലെത്തിക്കാൻ വേണ്ട വിധം കൊക്കോ ഇല്ലാത്ത സ്ഥിതിയുമുണ്ട്. മഴക്കാലത്താണ് കൊക്കോയുടെ ഉൽപാദനം കൂടുതലായുള്ളത്. തൂക്ക കൂടുതൽ ലഭിക്കുന്നതും ഈ സമയത്താണ്. തുടർച്ചയായി ഉണ്ടായ വിലയിടിവും രോഗബാധയും ഉൽപാദനക്കുറവും കഴിഞ്ഞ നാളുകളിൽ ഹൈറേഞ്ചിൽ കൊക്കോ കൃഷിക്ക് തിരിച്ചടി സമ്മാനിച്ചിട്ടുണ്ട്. മുമ്പ് കൃത്യമായ ഇടവേളകളിൽ കർഷകർക്ക് മെച്ചപ്പെട്ട വരുമാനം നൽകിയിരുന്ന കൃഷിയായിരുന്നു കൊക്കോ എങ്കിൽ ഉൽപാദനക്കുറവ് മൂലം കാര്യങ്ങൾ പാടെ മാറി മറിഞ്ഞു. പ്രതീക്ഷിച്ച വരുമാനം ലഭിക്കാതായതോടെ പല കർഷകരും കൊക്കോ മരങ്ങൾ വെട്ടിമാറ്റി മറ്റു കൃഷികളിലേക്ക് തിരിഞ്ഞു. ഉണക്ക കൊക്കോ പരിപ്പ് സംഭരിച്ചു വച്ചിരുന്ന കർഷകർക്ക് ഉയർന്ന വില ലഭിച്ചതോടെ ഉൽപ്പന്നം വിറ്റഴിച്ചു കഴിഞ്ഞു. ഉയർന്ന വില ലഭിക്കുന്ന സാഹചര്യത്തിൽ കർഷകർ കൊക്കോ മരങ്ങളുടെ പരിപാലനവും മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. കൊക്കോ വിലയിൽ ഇനിയും വർധനവുണ്ടാകുമെന്ന പ്രതീക്ഷയും കർഷകർ മുമ്പോട്ട് വയ്ക്കുന്നു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റവന്യൂ വകുപ്പ് പൊസഷൻ സർട്ടിഫിക്കറ്റ് നൽകാത്തതിനാൽ ലൈഫ് പദ്ധതിയിൽ പോലും വീടുകൾ നിർമ്മിക്കുവാൻ കഴിയാത്ത പ്രതിസന്ധിയിൽ ചിന്നക്കനാൽ സിങ്ക് കണ്ടം നിവാസികൾ. പൊസഷൻ സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്നത് കർഷകരുടെ പേര് ലാൻഡ് രജിസ്റ്ററിൽ ഇല്ലെന്ന കാരണം ഉന്നയിച്ച്. ഇക്കാരണത്താൽ കൊച്ചു വീട് പോലും നിർമ്മിക്കാനാവാതെ കഴിയുന്നത് നിരവധി നിർധന കുടുംബങ്ങൾ. വേനൽ വറുതി കാർഷിക മേഖലയ്ക്ക് പ്രതിസന്ധിയായ പശ്ചാത്തലത്തിൽ കർഷകർക്ക് കൈത്താങ്ങായി പ്രത്യേക പാക്കേജ് അനുവദിക്കാൻ നടപടി വേണമെന്ന ആവശ്യം. ഏലവും കുരുമുളകും ജാതിയും അടക്കമുള്ള കാർഷിക വിളകൾക്ക് വലിയ തോതിൽ നാശം സംഭവിച്ചു. നഷ്ടപരിഹാരവും പ്രത്യേക പാക്കേജുമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് കടക്കണിയിലേക്ക് കുപ്പുകുത്തുമെന്ന ആശങ്കയിൽ മുൻപോട്ട് പോകവേ 1000 തൊട്ട് ഹൈറേഞ്ചിൽ കൊക്കോ വില. ഉണങ്ങിയ കൊക്കോ പരിപ്പിന് 1010 വരെ വില ഉയർന്നു. അതേസമയം മികച്ച വില ലഭിക്കുമ്പോൾ കർഷകർക്ക് വിപണിയിലെത്തിക്കാൻ കൊക്കോ വേണ്ട വിധമില്ലാത്ത സ്ഥിതി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം റാണിക്കല്ലിന് സമീപവും കൂമ്പൻപാറയ്ക്ക് സമീപവും സ്ഥാപിച്ചിട്ടുള്ള ഹരിത ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യത്തിന് ഇനിയും നടപടിയില്ല. ഹരിത ചെക്ക് പോസ്റ്റുകൾക്കായി സൗകര്യം ക്രമീകരിച്ചത്
ദേശീയപാതയിലൂടെ എത്തുന്ന വാഹനയാത്രികരിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടെ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.